പാകിസ്ഥാനെ നിലംപരിശാക്കിയതിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട സേന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കറാച്ചിയിലും ആക്രമണം നടത്തിയെന്ന് സേന വ്യക്തമാക്കുകയാണ്. കറാച്ചി വ്യോമത്താവളത്തിലാണ് ആക്രമണം നടത്തിയത്. നൂർഖാൻ എയർബേസും ആക്രമിച്ചു. ചൈനീസ് നിർമ്മിത മിസൈലുകൾ അടക്കം തകർത്തുകൊണ്ടാണ് ഇന്ത്യൻ സേന മുന്നേറിയത്. ഭീകരർക്കെതിരെയാണ് പോരാട്ടമെന്ന് ആവർത്തിച്ച സൈന്യം, പക്ഷേ പാകിസ്ഥാൻ സേന ഭീകരർക്കൊപ്പമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. തകർത്ത മിസൈലുകളുടെയും ചിത്രം പങ്കുവച്ചു. മൾട്ടി ലെയർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചു. റോക്കറ്റുകളും ഡ്രോണുകളും തകർത്തു. എയർബേസുകൾ തകർത്ത ദൃശ്യങ്ങളടക്കമാണ് സേന പങ്കുവച്ചത്. അങ്ങനെ ഏതാണ്ട് പൂർണ്ണ സജ്ജരായി തന്നെ പാകിസ്ഥാന്റെ ഓരോ മേഖലയും തകർക്കുകയും സമാധാനത്തിലേക്ക്, വെടിനിർത്തലിലേക്ക് പാകിസ്ഥാനെ എങ്ങനെ എത്തിച്ചു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ, കൂടുതൽ തെളിവുകൾ ഇന്ന് സേന പങ്കുവെക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ അതെങ്ങനെ പൂർത്തിയാക്കിയെന്നും നമ്മൾ എപ്പോഴും സർവ്വസജ്ജരാണ് എന്നുള്ളതും ഏത് ആധുനിക സംവിധാനങ്ങൾ വന്നാലും തകർക്കാനുള്ള എല്ലാ സിസ്റ്റവും നമ്മുടെ പക്കലുണ്ട് എന്നും ആവർത്തിക്കുകയാണ് സേന ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കടക്കം കൃത്യമായ ഉത്തരങ്ങൾ നൽകിയാണ് സേനാ മേധാവിമാർ ഇന്ന് പ്രതികരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കറാച്ചിയിൽ ആക്രമണം നടത്തി, കറാച്ചി വ്യോമത്താവളത്തിൽ ആക്രമണം നടത്തി എന്നുള്ള നിർണായകമായ ചില കാര്യങ്ങൾ കൂടി സേന ഇന്ന് പങ്കുവെക്കുകയുണ്ടായി. അത് നിർണായകമാണ്. കാരണം കറാച്ചി വ്യോമത്താവളത്തിനടുത്ത് പോലും ഇത്തരത്തിൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ വളരെ നിർണായകമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്ന് തന്നെ സേന പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് ഒന്ന് പോകാം. We had a detailed brief on the successful joint operations that were carried out to destroy the terror infrastructure in Pakistan-occupied Jammu and Kashmir, as well as in Pakistan itself. We also iterated that our fight was with terrorists and their support infrastructure and not with Pakistan military. However, it is a pity that the Pakistan military chose to intervene and bat for the terrorist, which compelled us to respond in kind. दोस्तों, हमारी लड़ाई आतंकवाद और आतंकवादियों के खिलाफ थी. इसलिए 7 मई को हमने केवल आतंकवादी ठिकानों पर ही हमला किया था. पर अफसोस इस बात का है कि पाकिस्तानी सेना ने आतंकवादियों का साथ देना उचित समझा और इस लड़ाई को अपनी लड़ाई बना ली. इस परिस्थिति में हमारी जवाबी कार्यवाही अत्यंत आवश्यक थी और इसमें उनका जो भी नुकसान हुआ वे खुद इसके लिए जिम्मेदार हैं. In fact, 2 of them. This is the strike on the Noor Khan Air Base, and you can see the effect. I'm sure most of you have seen the video. I have also picked it up from your sources only. And this is the aftermath of our strike at Rahim Yar Khan Air Base. You can see the massive crater that it has left on its runway, and you can see the pinpoint accuracy of our weapons. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ഇന്നിപ്പോൾ നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ തെളിവുകളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട്, ദൃശ്യങ്ങളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് കൃത്യമായി എങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഓരോന്നായി സാധിച്ചു എന്ന് വ്യക്തമാക്കുകയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ എന്ന് വേണം കരുതാൻ. എന്തൊക്കെയാണെന്ന് വാർത്താ സമ്മേളനത്തിന്റെ പ്രത്യേകത, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പുതുതായി അവർ പറഞ്ഞു വെച്ചത്? രഞ്ജിത്ത്, ഇന്നത്തെ വാർത്താ സമ്മേളനം നമ്മുടെ സൈനിക നേതൃത്വത്തിൻ്റെ ആ ഒരു ആത്മസംതൃപ്തിയുടെ ഒരു പ്രകടനമാണ്. അതിൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് നമുക്ക് വിളിക്കാം. ആ സൈനിക ഡയറക്ടർ ജനറൽമാരുടെ ആ ഒരു മികവ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ആ ഒരു ഭാവം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വളരെ ഒരു ആത്മസംതൃപ്തിയോടുകൂടി ഒരു വലിയ ദൗത്യം നിർവഹിച്ച് വിജയിച്ച ആ സംതൃപ്തി അവിടെ പ്രകടമാണ്. അവർ ഇന്ന് പറഞ്ഞൊരു കാര്യം, പ്രധാനമായും ഈ ഒരു പാകിസ്ഥാൻ നടത്തുന്നത് തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. തീവ്രവാദികൾക്കെതിരെ ഇന്ത്യ ഒരു ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ അതിന് ചുവട് പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇസ് ബാറ്റിംഗ് ഫോർ ടെററിസ്റ്റ് എന്നാണ്
പ്രയോഗമാണ് സൈന്യം ഉന്നയിക്കുന്നത്. തീവ്രവാദികൾക്ക് വേണ്ടി കളിക്കുക, തീവ്രവാദികൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യുക, അവരെ പിന്താങ്ങുക, അവരെ സംരക്ഷിക്കുക, അവർക്ക് സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ പാകിസ്ഥാന് മേൽ ആരോപിതമാണ്. അപ്പം ഇപ്പോഴും ആ ആക്രമണം വന്നപ്പോഴും തീവ്രവാദികൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ഒരു രീതി അവർ എടുത്തു. അപ്പോൾ ഇതിനെയാണ് വളരെ രസകരമായി DGMO ഇന്ന് രസകരമായി പറഞ്ഞ് വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നുവെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ക്രിക്കറ്റിൻ്റെ ഒരു ഉപമ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. 1970കളിൽ ഒരു ആഷസ് മത്സരം നടക്കുമ്പോൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടുമ്പോൾ അന്ന് ഈ ഓസ്ട്രേലിയ ബൗളേഴ്സ് ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഓഫ് ഇംഗ്ലണ്ടിനെ ഡിസ്ട്രോയ് ചെയ്തു. ആ ഘട്ടത്തിൽ ഓസ്ട്രേലിയ ഒരു പ്രോവർബ് പറഞ്ഞു, ആഷസ് ടു ആഷസ് ഇഫ് തോമോ ഡോണ്ട് ഗെറ്റ് ലില്ലി മസ്റ്റ് എന്ന്. അതായത് ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അടുത്താൾ ചെയ്യുക എന്നുള്ള ഒരു രീതി. അതായത് ജെഫ് തോംസന് പറ്റിയില്ലെങ്കിൽ അന്ന് ഡെന്നിസ് ലില്ലി എന്ന ബൗളർക്ക് അതിന് കഴിയും. അങ്ങനെ ഒരാളല്ലെങ്കിൽ അടുത്താൾ എന്ന തരത്തിൽ ഒരു പ്രോവർബ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ആ ഒരു പഴമൊഴി ഇവിടെ അന്വർത്ഥമാവുകയാണ്. കാരണം എയറിൽ ഒരു മിസൈൽ അവിടെ നിന്ന് വരുമ്പോൾ ഒരു സംവിധാനത്തെ കടന്നാൽ അത് അടുത്ത സംവിധാനം തടയുമെന്ന തരത്തിലുള്ള മൾട്ടി ലെയർ ഗ്രിഡ് സംവിധാനമാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം എന്ന് സൈന്യം പറഞ്ഞു വെക്കുന്നു. അതിനെ തെളിയിക്കുന്നതിന്, അത് കൃത്യമായി പറയുന്നതിന് വേണ്ടിയുള്ള ചില ദൃശ്യങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ സൈന്യം കൊണ്ടുവരുന്നത് ഈ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള PL-15 മിസൈലുകൾ തകർന്നു കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. PL-15 മിസൈലുകൾ ലോങ് റേഞ്ച് മിസൈൽ, മറ്റ് ലോങ് റേഞ്ച് മിസൈലുകളെല്ലാം ചൈനീസ് നിർമ്മിതമായ മിസൈലുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കുകയാണ്. അത് ഇന്ത്യക്ക് നേരെ വരുമ്പോൾ നമ്മുടെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ തട്ടി അത് കുരുങ്ങുന്നത്. സ്റ്റെല്ലർ പെർഫോമൻസ് ഓഫ് ആകാശ് മിസൈൽ എന്നാണ് സൈന്യം പറയുന്നത്. ആ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റെല്ലർ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടുന്ന് മിസൈലുകൾ തൊടുക്കുമ്പോൾ അത് നമുക്കറിയാം എയർ ടു എയർ മിസൈൽസ് ആണ്. ഏതെങ്കിലും ഫൈറ്റർ ജെറ്റുകളിൽ നിന്നോ അതുപോലെ ഒരു ഫോർവേഡ് പൊസിഷനിലുള്ള ഏതെങ്കിലും ഒരു ജെറ്റ് എയർക്രാഫ്റ്റിൽ നിന്നൊക്കെ അന്തരീക്ഷ ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് എയർ ടു എയർ മിസൈലാണ്, അങ്ങനെ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ലോങ് റേഞ്ച് മിസൈൽസ് ലോഞ്ച് ചെയ്തു. പക്ഷേ ഇതിനൊന്നും ഒരു ലക്ഷ്യസ്ഥാനവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒന്നാമത്തെ പാകിസ്ഥാന്റെ പരാജയം. തിരിച്ചു വരാം, മനു ഒന്ന് തുടരുക. ദയവായി ശ്രീ വേണു നായർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വേണു നായർ, ഇന്ന് വളരെ കൃത്യമായി നേരത്തെ മനു പറഞ്ഞതുപോലെ നമ്മുടെ മേധാവിമാരുടെ, സൈനിക മേധാവിമാരുടെ ബോഡി ലാംഗ്വേജ് വളരെ കൃത്യമായിരുന്നു. അവരുടെ ആത്മവിശ്വാസത്തെയാണ് കാണിച്ചത്. ഏത് ആക്രമണവും എത്ര വലിയ സാങ്കേതിക വിദഗ്ധർ തയ്യാറാക്കിയ സാങ്കേതിക സംവിധാനമുള്ള ആയുധങ്ങൾ കൊണ്ടുവന്നാലും നേരിടാൻ ഞങ്ങൾ സജ്ജമാണ്. അതിന് നേരത്തെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം, പുതിയ കറാച്ചിയിൽ നടത്തിയ ആക്രമണത്തിനടക്കം ദൃശ്യം മുന്നോട്ട് വന്നത്. ഇതിനെ ഈ പറയുന്ന വാർത്താ സമ്മേളനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് പിന്മാറിയ പാകിസ്ഥാൻ എന്ത് പേടിച്ചിട്ടാണ് എന്നുള്ളത് തന്നെയല്ലേ ശ്രീ വേണു നായർ? സാർ ടെലിഫോൺ ലൈനിലുണ്ടോ? ഇല്ല, മനു തുടരാം. സാർ ഒരു മിനിറ്റ്, സാർ ഉണ്ടോ? സാർ കേൾക്കാമോ? ശ്രീ വേണു നായർ കേൾക്കാമോ? ഇല്ല, മനു തുടരാം. മനു. രഞ്ജിത്ത്, അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു മൾട്ടി ലെയർഡ് സിസ്റ്റം, അതായത് ഒരു തരത്തിലും പിഴവുകൾ ഉണ്ടാകില്ല. ഒരു സംവിധാനം രക്ഷപ്പെട്ടാൽ